നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വർണ്ണക്കൊള്ള കേസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ ദേവസ്വം മന്ത്രിക്ക് ഏകോപന യോഗം വിളിച്ചു ചേർക്കാമെന്ന് ഹൈക്കോടതി. യോഗം വിളിക്കുന്നതിൽ പെരുമാറ്റച്ചട്ട വിലക്കില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഇളവ് നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. കായംകുളം ജലോത്സവം 21-22 തീയതികളിൽ കായംകുളം കായലിൽ. നെഹ്റു ട്രോഫിയിൽ പ്രഥമ ശ്രേണിയിലെത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തു. അന്തർ സംസ്ഥാന മോഷ്ടാവ് കരുനാഗപ്പള്ളിയിൽ പിടിയിൽ. തമിഴ്നാട് മധുരൈ മുനിയാണ്ടിപുരം സ്വദേശി വടിവേലുവാണ് പിടിയിലായത്. 2024 മാർച്ചിൽ പാവുമ്പയിലെ സ്വർണ്ണ മോഷണ കേസിൽ ഉൾപ്പെടെ പ്രതി. വിശദമായ വാർത്തകളിലേക്ക്. സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി SIT. വ്യാഴാഴ്ച രാവിലെ പത്മകുമാർ SITക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരാണെന്നാണ് സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. മുരാരി ബാബു മുതൽ N വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിലുള്ളതെന്നും സൂചനയുണ്ട്. പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം SIT വിശദമായി അന്വേഷിച്ചു വരികയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി എ പത്മകുമാറിന് നേരത്തെ 2 തവണ SIT നോട്ടീസ് നൽകിയിരുന്നു. N വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമതും നോട്ടീസ് നൽകിയത്. N വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരിക്കെ പത്മകുമാറായിരുന്നു ബോർഡ് പ്രസിഡന്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ന്യൂസ് ഡെസ്ക്. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ. പുനലൂർ, മുക്കടവ്, കടക്കാമൺ, വാഴത്തോപ്പ് എന്നിവിടങ്ങളിലാണ് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തത്. ഇതുമൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ഏറെ ബുദ്ധിമുട്ടുന്നു. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കിയിട്ടില്ല. ശബരിമല പാതയിൽ ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തീർത്ഥാടകർ എത്തുന്ന മുക്കടവ്, കടക്കാമൺ, വാഴത്തോപ്പ് എന്നിവിടങ്ങളിൽ വിരിവെക്കാനോ ആഹാരം പാചകം ചെയ്യാനോ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമോ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതുമൂലം കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ പ്രയാസപ്പെടുകയാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യപ്പദർശനം കഴിഞ്ഞ് പമ്പയിലും മറ്റ് സ്നാനഘട്ടങ്ങളിലും കുളിക്കാനോ വിരിവെക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് പുനലൂർ പത്തനാപുരം മേഖലയിലെ ജലാശയങ്ങളിലും റോഡ് വക്കിലും എത്തുന്നത്. എന്നാൽ ഈ വിശ്രമ സ്ഥലങ്ങളിൽ യാതൊരു സൗകര്യവുമില്ല. ആഹാരം പാകം ചെയ്യുന്നതിനോ കുടിക്കുന്നതിനോ വെള്ളം നദികളിൽ നിന്നും സമീപ വീടുകളിൽ നിന്നും കൊണ്ടുവരേണ്ട സ്ഥിതിയാണ്. ശക്തമായ ഒഴുക്കും കുഴിയുമായി അപകടകരമായ ജലാശയങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ഇറങ്ങുന്നത് അപകടമാണെന്നിരിക്കെ സൂചനാ ബോർഡുകൾ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടില്ല. വർഷാവർഷം നഗരസഭയിലും പഞ്ചായത്തിലും ജനപ്രതിനിധികൾ ശബരിമല തീർത്ഥാടകർക്കായി നിരവധി പദ്ധതികൾ വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും ഒന്നും തന്നെ നടപ്പാക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണം അവസാനിക്കാൻ 1 ദിവസം മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഇനി നാട്ടുപൂരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ദമ്പതികളും മത്സരരംഗത്ത്. NDA സ്ഥാനാർത്ഥികളായാണ് ദമ്പതികൾ മത്സരിക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗം ബിജു കിളിയൻതറ, ഭാര്യ ശ്യാമ ബിജു എന്നിവരാണ് മത്സരിക്കുന്നത്. തഴവ ഗ്രാമപഞ്ചായത്തിലെ 22ാം വാർഡിൽ ശ്യാമ ബിജുവും 2ാം വാർഡിൽ ബിജു കിളിയൻതറയും മത്സരിക്കുന്നു.
തഴവ ഗ്രാമപഞ്ചായത്തിലാണ് ദമ്പതികൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. NDA സ്ഥാനാർത്ഥികളായാണ് ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗം വിജു കിളിയന്തറ, ഭാര്യ ശ്യാമ വിജു എന്നിവർ ജനവിധി തേടുന്നത്. തഴവയിലെ എല്ലാ ഗ്രാമനിവാസികൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി തഴവയിൽ 22-ാം വാർഡിൽ എൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ 2-ാം വാർഡിൽ എൻ്റെ പേര് വിജു കിളിയന്തറ, ഞാനാണ് മത്സരിക്കുന്നത്. ഒരു വീട്ടിൽ നിന്നും 2 പേർ, ശ്യാമയും വിജുവും ഈ മത്സര രംഗത്തേക്ക് എത്തിയത് പാർട്ടിയുടെ വളരെ ദീർഘവീക്ഷണവും തഴവയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പിടിച്ചുയർത്താനും അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അവരുടെ കരങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഭാര്യയും ഭർത്താവും മത്സരിച്ചേ മതിയാവൂ എന്ന പാർട്ടിയുടെ വ്യക്തമായ നിർദ്ദേശവും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ കൂട്ടം ചേർന്നുള്ള അഭിപ്രായവുമാണ് ഞങ്ങൾ ഒരു വീട്ടിൽ നിന്നും 2 പേരും സ്ഥാനാർത്ഥികളായത്. BJP ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് വിജു കിളിയന്തറ. തഴവ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലാണ് വിജു കിളിയന്തറ മത്സരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിലാണ് ഭാര്യ ശ്യാമ വിജു മത്സരരംഗത്തുള്ളത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഇരുവരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 22-ാം വാർഡിൽ ജനവിധി തേടുന്ന ശ്യാമ വിജു എന്ന എനിക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഭരണ തുടർച്ച നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തഴവ. കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നു. ആലപ്പുഴ DCC അംഗവും വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമായിരുന്ന VM അമ്പിളിമോനാണ് BJPയിൽ ചേർന്നത്. കോൺഗ്രസിന്റെ പീഡന രാഷ്ട്രീയത്തിലും അധികാര വടംവലിയിലും മനം നൊന്താണ് കോൺഗ്രസ് വിട്ടതെന്ന് അമ്പിളിമോൻ പറഞ്ഞു. ജയ് ജയ് BJP, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, സ്വാഗതം സുസ്വാഗതം, സ്വാഗതം സുസ്വാഗതം, BJPയിലേക്ക് സ്വാഗതം, BJPയിലേക്ക് സ്വാഗതം. DCC അംഗം VM അമ്പിളിമോനാണ് BJPയിൽ ചേർന്നത്. വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ തവണ നഗരസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. BJP സൗത്ത് ജില്ലാധ്യക്ഷൻ സന്ദീപ് വചസ്പതി VM അമ്പിളിമോനെ സ്വീകരിച്ചു. മേഖലാധ്യക്ഷൻ N ഹരി, മണ്ഡലം പ്രസിഡന്റ് R വിനോദ്, കൃഷ്ണകുമാർ രാംദാസ്, പാലമുറ്റത്ത് വിജയകുമാർ എന്നിവരും പങ്കെടുത്തു. ACയിലും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലും കർഷക കോൺഗ്രസിലും വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലും ഒരു വ്യവസായി എന്ന നിലയിലും ഒക്കെ വളരെയേറെ അറിയപ്പെടുകയും താൻ വിശ്വസിച്ച പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്പിളിമോൻ. പക്ഷെ ആ പാർട്ടിയിൽ കഴിഞ്ഞ കുറെ കാലമായി, ഇപ്പൊ 1 ദിവസമോ 2 ദിവസമോ ഉണ്ടായ പ്രശ്നമല്ല, കുറെ കാലമായി അദ്ദേഹത്തിന് നേരിട്ടുകൊണ്ടിരുന്ന അവഗണന, ഈ അവഗണനയിൽ മനമെടുത്താണ് അദ്ദേഹം ഇന്ന് ഭാരതത്തില് ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഈ ഭാരതത്തില് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MP-മാരും MLA-മാരുമുള്ള പാർട്ടി, ഈ പാർട്ടിയിലേക്ക് ഇന്ന് അദ്ദേഹം വളരെ സന്തോഷവാനായി കടന്നു വന്ന് പാർട്ടിയിൽ അംഗത്വം നേടിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പീഡന രാഷ്ട്രീയത്തിലും അധികാര വടംവലിയിലും മനമെടുത്താണ് പാർട്ടി വിടുന്നതെന്ന് VM അമ്പിളിമോൻ പറഞ്ഞു. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ അടിയുറച്ചു നിന്ന് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അവിടെ മുലേശ്വരി വാർഡ്, അവിടെ പാർട്ടികൾ നഷ്ടപ്പെട്ട വാർഡാണ്. ആ വാർഡ് തിരിച്ചു പിടിക്കാൻ എന്നെയാണ് നിയുക്തനാക്കിയത്. 395 വോട്ടോളം കഴിഞ്ഞ 3 വർഷത്തിന്റെയും അത്രയും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഏതാണ്ട് 50-ൽ തല വോട്ടിൽ പരാജയപ്പെട്ട എന്നെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറച്ചു നാളായിട്ടുള്ളത്. എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ ആൾക്കാർ അഭിമാനത്തോടെ കാണുന്ന VM സുധീർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്. ആ വ്യക്തിബന്ധമെല്ലാം ഉള്ളപ്പോൾ പോലും ഞാൻ അവരെയൊക്കെ എന്നെ ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ ഞാൻ ഇവരെ ഒന്നും സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ കായംകുളത്ത് ഓരോ കമ്പാർട്ട്മെന്റുകളായിട്ട് അനർഹരായ ആൾക്കാർ KPCC ജനറൽ സെക്രട്ടറിമാരാകുന്നു. വണ്ടിക്കച്ചവടത്തിൽ കറ്റാനത്തുനിന്ന് വന്നവർ ഇന്ന് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായ ഒരു ചെറിയ പ്രവർത്തന വക്കീലായവർ ഇന്ന് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. BJP അതിന് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. നേതൃത്വപരമായി പങ്കുവഹിക്കുവാൻ ഒത്തിരി ആൾക്കാരുടെ മുന്നോട്ട് വരുന്നു. ധാരാളം ജനങ്ങൾ BJPയിലേക്ക് എത്തുന്നു. അവർക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കുവാൻ അർഹരായ ആൾക്കാരെ കണ്ടെത്തി BJP ഇന്ന് അതിനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചില പൊടിക്കുത്തുകൾ ഇവിടെ പോകുന്നുണ്ട്. അതിനെക്കാട്ടി വലിയ മഹത്വത്തുള്ള ആൾക്കാർ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നു. നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ എന്ത് പ്രസക്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം. പത്രിക സമർപ്പിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും പത്രികാ സമർപ്പണത്തിന്റെ തിരക്കിലാണ്.
നൂറനാട് ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. നൂറനാട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. പ്രകടനമായി എത്തിയാണ് LDF സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തിയത്. 15 സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെയായിരുന്നു പത്രികാ സമർപ്പണം. LDF പഞ്ചായത്ത് ഏരിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന CS സുബ്രഹ്മണ്യൻ പോറ്റി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പെണ്ണൊരുക്കവും 24-ന് ടൗൺ ക്ലബ്ബ് ഹാളിൽ നടക്കും. പെണ്ണൊരുക്കം തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. അനുസ്മരണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബും സംയുക്തമായാണ് CS സുബ്രഹ്മണ്യൻ പോറ്റി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും പെണ്ണൊരുക്കവും സംഘടിപ്പിക്കുന്നത്. 24-ന് ടൗൺ ക്ലബ്ബിലാണ് പരിപാടി. ഉച്ചകഴിഞ്ഞ് 3-ന് പെണ്ണൊരുക്കം തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. സജിത ബി നായർ അധ്യക്ഷത വഹിക്കും. പെണ്ണൊരുക്കം എന്നൊരു കവിയരങ്ങ് കൂടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണത്. വനിതകളിലെ സർഗവാസന പുറത്തെത്തിക്കാനുള്ള ഒരു വേദിയായിട്ട് ഈ ഒരു പ്രോഗ്രാം മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എടക്കുളങ്ങര ഗോപൻചേട്ടനാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. വൈകിട്ട് 4:30-ന് CS അനുസ്മരണ സമ്മേളനം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. രാജൻ പിള്ള അധ്യക്ഷത വഹിക്കും. പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം ജയഗീത, പ്രശസ്ത കവയത്രി ജയഗീത CS അനുസ്മരണ പ്രഭാഷണവും നടത്തുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ പെണ്ണൊരുക്കം എന്നുള്ള രീതി, അതൊരു വനിതാ കവയത്രികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കവിയരങ്ങ് നമ്മൾ അന്നേ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു. അന്ന് 24-ാം തീയതി 3 മണിയോടുകൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുന്നത്. ഇതിന് പരമാവധി കവറേജ് നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. CS സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം കവി NS സുമേഷ് കൃഷ്ണന് സമ്മാനിക്കും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V. വിജയകുമാർ പ്രശസ്തി പത്രം സമർപ്പിക്കും. ഈ ചടങ്ങിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രദേശവാസികളായ പ്രശസ്തരായ കവയത്രികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പെണ്ണൊരുക്കം എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തി വിളിച്ചോതുകയും ഗാസ പോലുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായിട്ടുള്ള ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടുള്ള കവിതകൾ അവതരിപ്പിക്കും. അത് ശ്രീമതി തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. സജിത ബി നായർ അതിന്റെ അധ്യക്ഷത വഹിക്കും. 15ഓളം കവയത്രികൾ ആ ചടങ്ങിൽ സംബന്ധിക്കും. എഴുത്തുകാരി MR ജയഗീത CS സുബ്രഹ്മണ്യൻ പോറ്റി അനുസ്മരണ പ്രഭാഷണം നടത്തുമെന്ന് അഡ്വക്കേറ്റ് N. രാജൻ പിള്ള, പ്രൊഫസർ R. അരുൺകുമാർ, A. ഷാജഹാൻ, ഇടക്കുളങ്ങര ഗോപൻ, S. ശിവകുമാർ, NS അജയകുമാർ, B. ജയചന്ദ്രൻ, സജിത ബി നായർ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പള്ളികുന്നം സ്വദേശി ശങ്കരൻ എന്ന് വിളിക്കുന്ന V. അരുണാണ് അറസ്റ്റിലായത്. 2.5 ഗ്രാം MDMAയും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവിലാണ് MDMAയുമായി യുവാവ് പിടിയിലായത്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. വള്ളികുന്നം കുന്നത്തുമുക്കിൽ അരുൺ നിവാസിൽ ശങ്കരൻ എന്ന് വിളിക്കുന്ന 28-കാരനായ V. അരുണാണ് അറസ്റ്റിലായത്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെയും അടൂർ താലൂക്കിലെയും MDMAയുടെ മൊത്ത വിതരണക്കാരനാണ് ഇയാളെന്ന് എക്സൈസ് പറഞ്ഞു. മെത്താംഫെറ്റമിൻ വിൽപ്പന നടത്തുന്നതിലേക്കായി കൊണ്ടു നടക്കുന്ന വഴിയാണ് നമ്മൾ ഇദ്ദേഹത്തെ കണ്ടെത്തി കേസെടുത്തിട്ടുള്ളത്. പുതിയ ന്യൂജൻ ലഹരി ഇനത്തിൽപ്പെടുന്ന മെത്താംഫെറ്റമിനാണ് അദ്ദേഹം കൊണ്ടു നടന്ന് വിപണനം ചെയ്യുന്നതിനായി വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നത്. ഇതിൻ്റെ പേരിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. ഈ അരുണെന്ന് പറയുന്ന ആൾ തന്നെ തൊട്ട് അടുത്ത സമീപവാസിയായ ചൂനാട് സ്വദേശിയായ അരുൺ, മറ്റൊരു അരുൺ, അദ്ദേഹം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് മെത്താംഫെറ്റമിൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവർ തമ്മിൽ സംയുക്തമായിട്ടാണ് കച്ചവടം നടന്നത്. ലാഭവിഹിതമൊക്കെ ഇവർ തുല്യമായിട്ട് ഷെയർ ചെയ്തെടുത്തുണ്ട്. ഇവർ 2 പേരുടെ പേരിലും നിലവിൽ കേസുകളൊന്നും വേറെ ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന് ഇതിൻ്റെ വിപണന സാധ്യത മനസ്സിലാക്കി വന്നവരാണെന്ന് തോന്നുന്നു. ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറാണ് ഇയാൾ. ഫോട്ടോഗ്രാഫിയുടെയും വ്ളോഗിന്റെയും മറവിലാണ് MDMA കടത്തിയിരുന്നത്. 1 ഗ്രാമിന് 2000 രൂപ നിരക്കിൽ കടത്തിക്കൊണ്ടുവരുന്ന MDMA 3000 രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത്. MDMA വിൽപ്പന നടത്തുന്നതിനായി പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നാണ് വിൽപ്പന.
ആവശ്യക്കാർ എന്ന വ്യാജേന ഗ്രൂപ്പിൽ കയറി എക്സൈസ് ഷാഡോ പ്രതിയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും സൈബർ സെല്ലുമായി ചേർന്ന് ഒരാഴ്ചയായി നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനും ഒടുവിലാണ് ഇയാൾ പിടിയിലായത്. MDMA കച്ചവടം നടത്തുന്ന ചൂനാട് സ്വദേശി കോക്കാടൻ എന്ന് വിളിക്കുന്ന അരുണിനായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അന്തർ സംസ്ഥാന മോഷ്ടാവ് കരുനാഗപ്പള്ളിയിൽ പിടിയിൽ. തമിഴ്നാട് മധുര മുനിയാണ്ടിപുരം സ്വദേശി വടിവേലുവാണ് പിടിയിലായത്. 2024 മാർച്ചിൽ പാവുമ്പയിലെ വീട്ടിൽ നിന്നും 6 പവൻ സ്വർണവും 15,000 രൂപയും കവർന്ന കേസിലെ പ്രതിയാണ് ഇയാൾ. വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട് മധുര മുനിയാണ്ടിപുരം സ്വദേശി 45-കാരനായ വടിവേലുവാണ് അറസ്റ്റിലായത്. 2024 മാർച്ചിൽ പാവുമ്പയിലെ വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തുകയറി 6 പവൻ സ്വർണവും 15,000 രൂപയും അപഹരിച്ച കേസിൽ ഇയാൾ പ്രതിയാണ്. ഇവിടെ നിന്ന് ലഭിച്ച വിരലടയാളമാണ് കേസിലെ തുമ്പായത്. വിരലടയാളം ശാസ്ത്രീയമായി പരിശോധിച്ചതിൽ തമിഴ്നാട് സ്വദേശി വടിവേലുവിൻ്റെതാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. മധുരയിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും ഇയാളെ പിടികൂടാൻ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങളോളം അവിടെ തങ്ങിയ പോലീസ് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത്. തമിഴ്നാട്ടിൽ മാത്രം ഇയാളുടെ പേരിൽ 25ഓളം മോഷണ കേസുകളുണ്ട്. കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ജോലിക്കായി വന്ന് മോഷണം നടത്തി തിരികെ അതേ ലോറിയിൽ പോകുന്നതാണ് ഇയാളുടെ രീതി. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മോഷണം നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി പാറ്റൊലിത്തോട് നീരൊഴുക്ക് നിലച്ച നിലയിൽ. പായൽ വളർന്നതാണ് നീരൊഴുക്ക് നിലയ്ക്കാൻ കാരണം. തോട് പള്ളിക്കിലാറുമായി ചേരുന്ന ഭാഗത്താണ് പായൽ വലിയ തോതിൽ വളർന്ന് നീരൊഴുക്കിന് തടസ്സമായിട്ടുള്ളത്. ഓച്ചിറ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്ന പാറ്റോലിത്തോട് വിവിധ പഞ്ചായത്തുകളിലൂടെ കടന്ന് കരുനാഗപ്പള്ളി മാർക്കറ്റിന് സമീപത്താണ് പള്ളിക്കിലാറുമായി ചേരുന്നത്. ഈ ഭാഗത്താണ് വ്യാപകമായി പായൽ വളർന്നു നിൽക്കുന്നത്. വെള്ളം കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് പായൽ കൂട്ടമായി വളരുന്നത്. മഴ ശക്തമാകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനും തീരങ്ങളിൽ വെള്ളം കയറുന്നതിനും ഇത് കാരണമാകും. നേരത്തെ ഈ രീതിയിൽ പാറ്റോലിത്തോടിന്റെ വശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. JCB ഉൾപ്പെടെ ഉപയോഗിച്ച് പായലുകൾ നീക്കിയാണ് അന്ന് ഒഴുക്ക് സുഗമമാക്കിയത്. ഈ ഭാഗത്ത് തോട്ടിൽ മാലിന്യം വലിച്ചെറിയുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തോട്ടിൽ കൂടിക്കിടക്കുന്നു. ഇതും വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്നുണ്ട്. തോടിന്റെ പല ഭാഗത്തും സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ തോടിന് ഇരുവശത്തും സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുകയും ആഴം കൂട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റിടങ്ങളിൽ സംരക്ഷണ പദ്ധതികൾ ഉണ്ടായിട്ടില്ല. ഇവിടെ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുന്ന രീതിയിൽ കുറ്റിച്ചെടികളും മറ്റും വളർന്നു നിൽക്കുകയാണ്. ഒരു കാലത്ത് നാട്ടിലെ കൃഷിയിടങ്ങളിലേക്കുള്ള പ്രധാന ജലസ്രോതസ്സായിരുന്നു പാറ്റോലിത്തോട്. കൃഷി നശിച്ചതോടെ തോടിന്റെ സംരക്ഷണവും ഇല്ലാതായി. ചുറ്റുമൂല ഭാഗത്തുൾപ്പെടെ തോടിന്റെ ഒഴുക്ക് നിലച്ച സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം നവംബർ 21, 22 തീയതികളിൽ കായംകുളം കായലിൽ നടക്കും. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ 9 ചുണ്ടൻ വള്ളങ്ങളാണ് 3 ഹീറ്റ്സുകളിലായി മത്സരിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം 21, 22 തീയതികളിൽ കായംകുളം കായലിൽ നടക്കും. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുത്ത 9 ചുണ്ടൻ വള്ളങ്ങളാണ് 3 ഹീറ്റ്സുകളിലായി മത്സരിക്കുന്നത്. കൈനകരി വില്ലേജ് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ, ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ നടുവിലെ പറമ്പൻ ചുണ്ടൻ, പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ, തെക്കേക്കര മങ്കൊമ്പ ബോട്ട് ക്ലബിന്റെ ചെറുതന ചുണ്ടൻ, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാട് ചുണ്ടൻ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടൻ എന്നീ ചുണ്ടനുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 21 വൈകിട്ട് 5 ആലപ്പുഴ പാടി ക്രിയേഷൻസിന്റെ നാടൻ പാട്ട്, 7 അലൂഷി ആദമിന്റെ ഗസൽ സന്ധ്യ, 22 ഉച്ചയ്ക്ക് 2:30 മത്സര വള്ളംകളി നടക്കും. വള്ളംകളിയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണ്ണക്കൊള്ള കേസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ ദേവസ്വം മന്ത്രിക്ക് ഏകോപന യോഗം വിളിച്ചു ചേർക്കാമെന്ന് ഹൈക്കോടതി. യോഗം വിളിക്കുന്നതിൽ പെരുമാറ്റച്ചട്ട വിലക്കില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഇളവ് നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. കായംകുളം ജലോത്സവം 21, 22 തീയതികളിൽ കായംകുളം കായലിൽ. നെഹ്റു ട്രോഫിയിൽ പ്രഥമ ശ്രേണിയിലെത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തു.
അന്തർ സംസ്ഥാന മോഷ്ടാവ് കരുനാഗപ്പള്ളിയിൽ പിടിയിൽ. തമിഴ്നാട് മധുരൈ മുനിയാണ്ടിപുരം സ്വദേശി വടിവേലുവാണ് പിടിയിലായത്. 2024 മാർച്ചിൽ പാവുമ്പയിലെ സ്വർണ്ണ മോഷണ കേസിൽ ഉൾപ്പെടെ പ്രതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.